ഹൈ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ പച്ചക്കറിയൊക്കെ നടുക പ്രധാനമായിട്ടും വേണ്ടത് എന്താണെന്നറിയോ? നനക്കൽ വേണം, പക്ഷെ വെയിലുള്ള സ്ഥലത്തെ പച്ചക്കറിയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് വളത്തിനേക്കാൾ എനിക്ക് തോന്നുന്നത് വെയിലും നനയാ വേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ഞാൻ അങ്ങനെ കോവക്ക എൻ്റെത് ഇവിടെ ഒക്കെ നട്ടുപിടിപ്പിച്ചാലും ഓരോ സ്ഥലത്ത് കോവക്ക പറിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാവും. എൻ്റെത് നിറച്ചില, പൂ ഇടുന്നില്ല, കായ ഉണ്ടാവുന്നില്ല. അപ്പൊ എനിക്ക് സങ്കടമായിട്ട് ഞാൻ വിചാരിച്ചു എന്താ ഇപ്പൊ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ കോവക്കന്റെ തണ്ട് വെട്ടിയിട്ട് 3 ചാക്ക് അതിലങ്ങ് നട്ട് കഴിഞ്ഞാൽ മുറ്റത്ത് കൊണ്ടുപോയി വെച്ച്. മുറ്റത്ത് നല്ല വെയില, മുറ്റത്തിന്റെ ഭംഗിയൊന്നും വേണ്ട, എന്നാലും കോവക്ക കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ 3 ചാക്കിൽ നിറച്ച് കോവക്ക നട്ട് ആ കോവക്ക വള്ളിയായിട്ടുണ്ടാകുന്നത് കാണിച്ചു തരും. ചാക്ക് 3 ചാക്ക് അങ്ങ് വെച്ച് കൊടുത്ത് മുറ്റം ഭംഗിയൊന്നും വേണ്ട, എന്നാലും വേണ്ടില്ല. 3 ചാക്കിൽ അങ്ങ് നട്ടപ്പോ ഞാൻ വള്ളി അങ്ങോട്ടേക്ക് അങ്ങ്. അതിന് ശേഷമല്ലേ നിറയെ പൂക്കളും കായ്. നോക്ക് കായ്, അതൊക്കെ ഇതാ എന്താ അടിപൊളി. ദിവസം എന്താ നോക്കി ഇതാ, ദിവസം പറിക്കാന്ന് പറഞ്ഞാല് എന്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു. അപ്പൊ നമ്മള് ഭംഗിയൊന്നും വേണ്ട, ഇങ്ങനെയുള്ള നിറയെ കായ്ച്ചിട്ടുണ്ട്. കുനിഞ്ഞു നിൽക്കാന്ന് മാത്രം പൊന്നിച്ച് കെട്ടിക്കൊടുക്കണതാ. ഇവിടെ ഒരു വണ്ടിന്റെ നീളം വെച്ചുകഴിഞ്ഞാല് ഇവിടെ നോക്കി ഇവിടെ കഷ്ടം പോലെ അവിടെ. ഇപ്പൊ നമ്മള് വെയിലേളിച്ച് അവിടെയാ കൃഷി ചെയ്യണ്ടേ, വെറുതെ അധ്വാനിക്കാതില്ലാത്തവർക്ക്. ഇവിടെ കണ്ടോ എന്താ ഉഷാർക്ക് കാണുമ്പോ ഉണ്ടല്ലോ ഭയങ്കര. തിന്നില്ലെങ്കിൽ കണ്ടാ മതി, എനിക്ക് ഇങ്ങനെ ഉണ്ടായി കണ്ട. നമ്മൾ ഉണ്ടാക്കിയത് പരാജയപ്പെടരുതല്ലോ. അപ്പൊ എല്ലാരും ഇങ്ങനെ കോവക്കന്റെ ചാക്കിൽ നട്ടിട്ട് മുറ്റത്ത് പടരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ മതി. വെയിലും ഈ ഷുഗർ രോഗമുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഇത് പച്ച തിന്ന. അതിനു വേണ്ടിയാ ഞാൻ ഉണ്ടാക്കിയത്, കാര്യമായിട്ട് ഉണ്ടാക്കിയത് അതിനു വേണ്ടിയിട്ടായിരുന്നു. ഇഷ്ടംപോലെ തപ്പി മുകളിൽ നോക്കിയാ ഇനിയും സൗകര്യം ചെയ്തു കൊടുക്കണം. മുകളിലേക്ക് ഒന്നും കൂടി ആക്കണം. അതാ പറിച്ച് കണ്ടോ, കുറഞ്ഞ നേരം കൊണ്ട് കിട്ടിയത്. ഈ ഭാഗത്ത് കണ്ടോ കോവക്ക ഉണ്ടായത്, ഒക്കെ കോവക്ക. ഒരു വള്ളിമേല് ഒരു ഇങ്ങനെ പോകുന്നതൊക്കെ ഉണ്ടായിരുന്നതാ, ഇതിൻ്റെ ഉള്ളിലൊക്കെ കോവക്ക. എല്ലാരും കോവക്ക അങ്ങ് നട്ടുപിടിപ്പിച്ചോടി. ഒരു ചാൺ നീളമുള്ള ഒരു തണ്ടങ്ങ് നട്ടാ മതി. നടുമ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെയിലുള്ളിടത്തായിരിക്കണം എന്നേ ഉള്ളൂ. എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റണ്ട. ഞാൻ പിന്നെ പിടിച്ച് വലിച്ച് വെയിലത്തേക്ക് ആക്കിയതാ. ഇത് ഹൃദയാരോഗ്യത്തിന് നല്ലതാ. ഇത് പച്ചക്കും തിന്നാം. ഇതിന്റെ തളിരെടുത്തിട്ട് നമുക്ക് തോരൻ വെക്കാം, പിന്നെ കോവക്ക കൊണ്ട് അച്ചാറിടാ. നല്ല ടേസ്റ്റാ, സൂപ്പർ രുചിയാ. ഇനി ആരും ആലോചിക്കാൻ സമയമല്ല, വേഗം അങ്ങ് നട്ടുകൂടി. മഴക്കാല വരാൻ പോണത്, നനക്കൊന്നും വേണ്ട. ഒന്നിച്ചിട്ടാണ് നല്ല സൂപ്പർ ആയിരുന്നു. എന്താ പറിച്ചെടുക്കുന്ന ഇനിയും ഉണ്ട്, താഴെ വീണെടുക്കുന്ന. അതൊക്കെ ഉണ്ടോ പൂക്കൾ, അതെല്ലാം. ഇതിന്റെ ഇല നമുക്ക് തോരൻ വെക്കട്ടോ. ഇല പറിച്ച് തോരൻ വെക്ക, പലതും ഉണ്ടല്ലോ തോരൻ വെക്ക. അതുകൊണ്ട് ഇലയൊന്നും ഞാൻ പറിക്കൂല, എനിക്ക് ആക്കെ സങ്കടം. അത് ഇത് തന്നെ മതി എന്നുള്ളതാ. ഈ ഭാഗത്ത് കഴിഞ്ഞില്ല, ഈ ഭാഗം ഞാനെല്ലാം ചാക്കിലാണ്. എന്റെ കപ്പ വരെ ചാക്കില. തപ്പട്ടതാ ഇതിന്റെ ഉള്ളിലൊക്കെ നിറച്ചുകൊണ്ട് കിട്ടോ. അതാ അവിടെ വെയിലങ്ങ് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇത് നല്ലൊരു ഇനാണ്. ഇത് നല്ല കായ്ക്കുന്ന സൈസ്, പല സൈസും ഉണ്ടല്ലോ ഇത് പച്ചക്കറി. നമുക്ക് ഇന്നിപ്പോ എത്ര മതി അല്ലേ, എല്ലാം പറിച്ച് വെറുതെ നാശാക്കണ്ടല്ലോ. അപ്പൊ എന്റെ കണ്ടില്ലേ, ഇന്ന് ഞാൻ കുറഞ്ഞ നേരം കൊണ്ട് പറിച്ചെടുത്തത്. അപ്പൊ എന്റെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാരും ഇങ്ങനെ കോവക്കന്റെ തണ്ടൊക്കെ നട്ടുപിടിപ്പിക്കാൻ നോക്കുക. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.